തലയുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നൈസായിട്ട് നമ്മൾ കട്ട് ചെയ്യണം. അവസാനം നമ്മുടെ തലയാണെങ്കിൽ വെട്ടി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അതല്ല ഒരു വലിയ കൊടുത്ത് ரொம்ப വലിയ കൊടുത്താൽ എന്തിനാ പ്ലേറ്റ് നമ്മൾ നേരത്തെ കൂട്ടി മാറ്റിയതാ. രണ്ടാമത്തെ പ്ലേറ്റ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഒരു വലിയ ചൂര വാങ്ങിച്ചപ്പോൾ ഇതാ ഇത്രയും പീസുകൾ നമുക്ക് കിട്ടി. സംഭവങ്ങളൊക്കെ സെറ്റാക്കുകയാണ്. ഇത് 2 തേങ്ങ ഉണ്ട്, 2 തേങ്ങ ഫുള്ള്. എന്നിട്ട് തേങ്ങ സ്ക്രാപ്പ് ചെയ്ത് വെച്ചിട്ട് എടുത്തു. അതിനുശേഷം വന്നിട്ട് ആവശ്യത്തിന് മുളക് 1 സ്പൂണ്, വീണ്ടും 1 സ്പൂൺ. ഒരാൾക്കാരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇടാം. ഇത് തലക്കറി ആക്കിയിട്ട് നമ്മൾ ഇതിനടുത്ത ഒരു 1/2 സ്പൂണ് പുളി തന്നെയാണ്. കുടംപുളി ഒന്നും വേണ്ട, സാദാ പുളി കുറച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് സ്ക്യൂസ് ചെയ്തിട്ടിടണം. വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ, ചെറിയ ഉള്ളി നമ്മൾ ഫുള്ളായിട്ട് ഇടാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇടാം. അരയ്ക്കാനാണ് പോകുന്നത്. ഫുള്ളായിട്ട് ഇട്ടാലും വിഷയമില്ല, എല്ലാം കൂടെ ഇട്ട് അരയ്ക്കുകയാണ് ചെയ്യണം. ഓണാക്കി കുറച്ചും കൂടെ വലിയ രീതിയിൽ അരയ്ക്കേണ്ട, ചെറിയ രീതിയിൽ സെമി ഗ്രൈൻഡ് ആയിട്ടുണ്ട്. ഇനി ഒഴിക്കണം. മസാല എല്ലാം അരിഞ്ഞ് തലയിട്ടിട്ട് ഒറ്റ വേവിക്കൽ, അതാണ് പരിപാടി. നമ്മൾ കുറച്ച് മുരിങ്ങയ്ക്കയും 2 പീസ് മുരിങ്ങയ്ക്കയുണ്ട്, മുരിങ്ങയ്ക്കയും വലിയ സൈസ് മുളകും 1 തക്കാളിയും കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്തിട്ടാണ് ഇനി ഇതിൻ്റെ കൂട്ടത്തിലുള്ള അങ്ങനെ ആറ്റുകാൽ പൊങ്കാല എന്ന് വാങ്ങിച്ച നല്ല അടിപൊളി ചട്ടിയിൽ നമ്മൾ മസാല തലക്കറിയാണ് ഇന്നത്തെ പ്രിപ്പറേഷൻ. തലക്കറിക്ക് നമ്മൾ ആറ്റുകാൽ പൊങ്കാലയിൽ വാങ്ങിച്ച ചട്ടിയാണ്. ആ ചട്ടിയിൽ നമ്മളാണെങ്കിൽ മസാല എല്ലാം ഇട്ട് സംഭവം റെഡിയാക്കിയിട്ടാണെങ്കിൽ മസാല ആദ്യം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ ആറ്റുകാൽ പൊങ്കാലയിൽ വാങ്ങിച്ച നല്ല ഫ്രഷ് നല്ല ചട്ടിയാണ്. ആ ചട്ടിയിലാണ് നമ്മൾ നാച്ചുറലായിട്ടുള്ള സെറ്റപ്പ്, വേറൊന്നും കൊണ്ടല്ല, ഗ്യാസ് സംഭവം ഷോർട്ടേജാണ്. ഗ്യാസ് ഷോർട്ടേജ് ആയതിൻ്റെ പേരിൽ നമ്മൾ നാച്ചുറലായിട്ടുള്ള സെറ്റപ്പിലാണ് തലക്കറി ഇന്ന് റെഡിയാക്കുന്നത്. അപ്പോൾ മസാലയൊക്കെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് സംഭവം നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം
നല്ല കിടിലം കേരയായാലും ശരി, കേരയുടെ തലയായാലും ശരി, ചൂരയുടെ തലയായാലും ശരി, അത് നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇതിലോട്ടിട്ട് തിളപ്പിക്കുന്നു. തിളപ്പിച്ചതിന് ശേഷം നമ്മൾ കൊത്തി വെച്ചിട്ടുള്ള മരിച്ചീനി അത് സംഭവം തിളച്ചതിന് ശേഷം അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലൈസായിട്ട് അരിഞ്ഞിട്ടും മരിച്ചിനി അതിലും കൂടെ മിക്സ് ചെയ്യാം. പല രീതിയിലുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട്. ഇത് ആക്ച്വലി വിഴിഞ്ഞം സ്റ്റൈൽ പ്രിപ്പറേഷനാണ് ഗൈസ്. നല്ല ചൂടുണ്ട് അടപ്പ്. കണ്ട മസാല ഏകദേശം റെഡി ആവാറായിട്ടുണ്ട്. നമ്മുടെ തലത ഇവിടെ സംഭവം സെറ്റ് ആയിരിപ്പുണ്ട്. ഈ സാധനം എടുത്ത് ഇതിലോട്ട് ഇടുന്നു. അപ്പോൾ പീസായിട്ട് കുറച്ച് ഇടുന്നു. വെള്ളം കളഞ്ഞിട്ടാണ് ഇടേണ്ടത് കേട്ടോ. കുറച്ചായിട്ട് ഇടുന്നു. പതുക്കെ കാണിച്ചു. നമ്മൾ ഓരോ പീസായിട്ട് ഇതിലോട്ട് ഇടുകയാണ്. വെള്ളം കളഞ്ഞിട്ടാണ് ആക്ച്വലി ഇടേണ്ടത്. ഇല്ലെങ്കിൽ അവസാനം എല്ലാം കൂടെ പ്രശ്നമാവും. ഇതാ വാലിൻ്റെ ഒരു പീസും കൂടെ ചേർത്ത് നമ്മൾ ഇതിലിടുന്നു. ഓക്കെ അല്ലേ? ഇങ്ങോട്ട് ഇപ്പുറം സൈഡിൽ നിന്ന് കുറച്ച് താഴോട്ട് ബാക്കിലോട്ട് വെട്ടടിക്കണല്ലോടാ. ബാക്കില് ഫ്രണ്ട് കുത്തിപ്പിടി. കുറച്ചുകൊണ്ട് ബാക്ക് പെട്ടെന്ന് വയ്ക്കാം. സമയമായി. ഇത്ര കേട്ടോ. മമ്മിയുടെ ക്ലോസ് ഒബ്സർവേഷൻ ഉണ്ട്. കുറച്ചുകൂടെ ബാക്കിലോട്ടോ. ഫ്രണ്ട് ഒന്ന് താഴ്ത്ത്. കഴിഞ്ഞു. ഇപ്പോൾ അടപ്പൊന്ന് വയ്ക്കുക, അടയ്ക്കുക. ബ്യൂട്ടിഫുൾ. ഇനി കുറച്ച് മല്ലിയല്ലേ ഇടുകയാണ് ഗൈസ്. തിളച്ച് വരുമ്പോഴേക്കും കുറച്ച് മല്ലിയിലയും കൂടെ ഇടാം. കുരുമുളക് പൊടിയും കൂടെ കുറച്ച് എരിവ് ഒന്ന് കുറച്ച് ലാവിഷാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കുരുമുളക് പൊടിയും കൂടി ഇടുകയാണ്. ഇനി കുറച്ച് ഉലുവ പൊടിയും കൂടെ ജസ്റ്റ് ഒരു ടച്ചപ്പും കൂടെ ചെയ്യണം ഗൈസ്. 1/2 സ്പൂണും ഉലുവ പൊടിയും കൂടി ഇടുകയാണ്. ഓക്കെ, അതിൽ വെള്ളമൊക്കെ വറ്റിച്ചായിരുന്നു. ഓക്കെ, കാണിക്കും. വെള്ളം വറ്റിച്ചതിന് ശേഷം എന്താ കുറച്ച് മരിച്ചിന് മാത്രമേ എനിക്ക് വേണ്ടി ഇത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. കുറച്ച് കൂടുതലും ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ കുറച്ച് മരിച്ചിന് മാത്രം. അടിപൊളി. എൻ്റെ മണം മൂട്ടിൽ ഒരു തലയുടെ ഒരു പീസ്. കണ്ണുള്ള ഭാഗം ഇവിടെ ഇവിടെ നിന്ന് നോക്കണം. നൈസ്. എന്നിട്ടൊന്ന് തിരിച്ചു വയ്ക്കും. അടിപൊളി. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ബാക്കി ഇഷ്ടംപോലെ പീസുകളുണ്ട്. തൽക്കാലത്തേക്ക് നമുക്ക് ഇത്രയും മതി. അടിപൊളി തലയും മരിച്ചിനിയും കൂടെ കൊത്തിയിട്ടുള്ള നല്ല കിടിലം കോമ്പിനേഷനാണ് വിഴിഞ്ഞം സ്റ്റൈൽ പ്രിപ്പറേഷൻ. നല്ല മരിച്ചിനിയും തലയും കൂടെ നല്ല ചൂരത്തല, നല്ല ഫ്രഷ് ചൂര നമ്മൾ രാവിലെ തന്നെ വിഴിഞ്ഞത്തുനിന്ന് വാങ്ങിച്ചാണ്. ഒരു രക്ഷയില്ല, ഭയങ്കര ചൂട്. മസാലയൊക്കെ ആണെങ്കിൽ പറയണ്ട.
അടിപൊളി. ഗൈസ്, ഒരു ചെറിയൊരു പീസ് കൂടെ വെച്ചിട്ട് ഇതാക്കണ്ട. പീസ് ഉണ്ടോ? വലിയൊരു പീസ്. എൻ്റെ ആവി ഓർമ്മ നോക്ക്. ചൂട് ചൂട് ചൂട്. മണ്ണിൻ്റെ ഒരു ഭാഗവും അടിപൊളി ടേസ്റ്റാണ്. ഈ രീതി നിങ്ങളൊന്ന് പ്രിപ്പറേഷൻ ചെയ്തൊന്ന് കഴിച്ചു നോക്കി. ഇത് വിഴിഞ്ഞ സ്റ്റൈൽ പ്രിപ്പറേഷനാണ്. ഗ്രേവി ചിക്കൻ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. നല്ല അടിപൊളി ഫ്രഷ് മീൻ. ഇതിൻ്റെ കൂട്ടത്തിൽ മമ്മിയാണെങ്കിൽ ഇതാ കണ്ട ചാളയും കൂടെ സെറ്റായി കൊണ്ടുവന്നിരിക്കണത്. ചാള ചാള ചാള. ആഹാ, ഒരു രക്ഷയില്ല. അടിപൊളി. ഒരു ചാളയും കൂടെ ഫ്രൈ ചെയ്തിട്ട്, മത്തിയും കൂടെ ഫ്രൈ ചെയ്തിട്ട് കഴിയണം.